നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതീസ് കുക്കറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വിപ്പിംഗ് ക്രീം പൗഡർ വെച്ചിട്ട് എങ്ങനെയാണ് നല്ല സ്റ്റിഫായിട്ടുള്ള വിപ്പ് ക്രീം ഉണ്ടാക്കിയെടുക്കാനുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ ക്രീമൊക്കെ വെച്ചിട്ടായാലും തന്നെ നമുക്ക് കേക്കൊക്കെ ഒരുവിധം നന്നായി തന്നെ ഐസിംഗ് ഒക്കെ ചെയ്തെടുക്കാനും അതുപോലെ തന്നെ കേക്കിന് വേണ്ട ആവശ്യമായിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാനും പറ്റും കേട്ടോ. മാത്രമല്ല, ഇത് നമുക്ക് മിക്ക സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതുകൊണ്ട് തന്നെ ഇത് തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ നന്നായിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനൊക്കെ തുടക്കം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് വിപ്പിംഗ് ക്രീം പൗഡറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒരുവിധം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇലക്ട്രിക് ബീറ്ററൊന്നും ഇല്ലാണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളൊരു വിസ്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ വിപ്പ് ക്രീം ഉണ്ടാക്കുന്നത് ക്രസ്റ്റൻ ക്രമിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡർ വെച്ചിട്ടാണ്. ഞാൻ 2-3 ബ്രാൻഡ്സൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒന്നാണ് ഈ ക്രിസ്റ്റ്യൻ ക്രമ്മിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ആദ്യ സമയത്തൊക്കെ ഈ വിപ്പിംഗ് ക്രീം പൗഡർ വെച്ചിട്ടാണ് എൻ്റെ ആദ്യ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ വിപ്പിംഗ് ക്രീം പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന വിപ്പ് ക്രീമും പിന്നെ വിപ്പിംഗ് ക്രീമിൽ നിന്ന് ഉണ്ടാക്കുന്ന വിപ്പ് ക്രീമും രണ്ട് ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒന്നിനിപ്പോൾ ടേസ്റ്റ് കൂടുതൽ, മറ്റേതിന് കുറവ്, അങ്ങനെ പറയാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടിൻ്റേതായ ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാങ്ങിച്ചപ്പോൾ ഒരു 99 രൂപയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇതൊരു 12 മാസം ഉപയോഗിക്കാനാണ്. പിന്നെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് മിക്സ് വിത്ത് വാട്ടർ ഓർ മിൽക്ക് എന്ന്. അതായത് നമ്മൾ ഈ വിപ്പിംഗ് ക്രീം പൗഡർ വിപ്പ് ക്രീം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ വാട്ടറോ അല്ലെങ്കിൽ പാലോ ഇതിൽ മിക്സ് ചെയ്തതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലായാലും വെള്ളമായാലും എത്രയൊക്കെ ഒഴിക്കണം എന്നുള്ള അളവുകളൊക്കെ ഇതിലുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ നമ്മൾ അതിനേക്കാളും കുറച്ച് അളവൊന്ന് കുറച്ചിട്ട് പാൽ ഒഴിക്കുമ്പോഴായിട്ട് അത് കറക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കറിയില്ല മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിൽ നിന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറുള്ളത്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ തണവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു വലിയ പാത്രം നിറച്ച് ഐസ് കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാത്രത്തിന് തണവ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിപ്പോൾ ഇതിൽ നിറച്ച് ഐസ് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് റെഡിയായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ഒരു ചില്ലിൻ്റെ പാത്രവും പിന്നെ ഇതുപോലത്തെ ഒരു വിസ്ക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് വേറെ ഒറ്റ ടൂൾസ് വാങ്ങിച്ചില്ലെങ്കിലും ഇതുപോലത്തെ ഒരു വിസ്ക് വാങ്ങാൻ നോക്കാം കേട്ടോ. ഇതിനധികം വിലയൊന്നുമില്ല. കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയ വിസ്കൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ വിസ്കും ഈ ചില്ലിൻ്റെ ബൗളും കൂടിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതാണ്. നമ്മൾ ഉണ്ടാക്കണേക്കാളും ഒരു 3-4 മണിക്കൂർ മുന്നേ ഇത് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് ഈ വിപ്പിംഗ് ക്രീം പൗഡർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം ഈ ബൗളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതായത് ഇതും നല്ല തണുത്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. കുറച്ചധികം ഐസ് കഷ്ണങ്ങൾ തന്നെ അടിയിലിടാൻ നോക്കാം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് നമുക്ക് മുകളിലേക്കും തണുവ് കിട്ടുക. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാനായിട്ട് ബൗൾ എടുക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെക്കാളും കൂടുതൽ നല്ലത് ചില്ലിൻ്റെ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ബൗളായിരിക്കും കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നന്നായി തണുപ്പിച്ചെടുത്ത പാലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ബൗളും പിന്നെ വിസ്കൊക്കെ ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് തന്നെ പാല് നന്നായിട്ട് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. നമ്മളിതിൽ ഒഴിച്ചിരിക്കുന്ന പാല് ഒരു 105 ml ആണ്. അതായത് ഏകദേശം ഒരു 7 ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു 1/4 കപ്പ് 3 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വിസ്ക് ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങുക. ആദ്യം സ്ലോവിലൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ആദ്യം ഇത് എല്ലായിടത്തും യോജിക്കുന്ന രീതിയിൽ പതുക്കെ ഒന്ന് ഒരേ ഡയറക്ഷനിൽ വേണം കേട്ടോ നമ്മൾ എപ്പോഴും തിരിക്കാനായിട്ട്. അങ്ങനെ പതുക്കെ ഇതിൻ്റെ സ്പീഡ് ഒന്ന് ചെറുതായിട്ട് നമ്മൾ കൂട്ടിക്കൊടുക്കുക. അപ്പോൾ കൈ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആ കൈയുടെ സ്പീഡ് നമ്മൾ പയ്യെ ഒന്ന് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്കൊരു 2-3 മിനിറ്റിനുള്ളിൽ ഇത് നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമായിട്ട് കിട്ടും. അപ്പം അങ്ങനെ സ്പീഡ് കൂട്ടി ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 3 മിനിറ്റൊക്കെ ആവാറായപ്പോൾ തന്നെ എനിക്ക് ഇതുപോലെ നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ബീറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. ഇപ്പം നല്ല സ്റ്റിഫായി എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എല്ലാ ക്രീമും ഈ വിസ്കിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിത് ഇനി ബീറ്റ് ചെയ്യണമെങ്കിൽ നല്ല പ്രയാസമായിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ടായി നമ്മുടെ ഈ വിസ്കിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ക്രീം പറ്റിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇത് നല്ല സ്റ്റിഫായി നിർത്താം. അവിടെ വെച്ചിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ ഇതേ കണ്ടില്ലേ, നന്നായിട്ടിട്ട് ബലം പ്രയോഗിച്ച് കൊട്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലെ ക്രീമൊക്കെ നിലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രീം റെഡിയാക്കാൻ പറ്റും.
അപ്പോൾ പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ പാല് കൂട്ടി കൊടുത്തിട്ടും ഇത് ചെയ്യാം. പക്ഷേ ഇത്രത്തോളം സ്റ്റിഫായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടാണ് അങ്ങനെ പറയാതിരുന്നത്. കാരണം എപ്പോഴും നമുക്ക് ഈ ഒരു അളവിൽ പാൽ ഒഴിക്കുമ്പോഴാണ് കറക്റ്റ് സ്റ്റിഫായി കിട്ടുന്നത്. മറ്റേത് സ്റ്റിഫ്നെസ്സിന് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ഉണ്ടാക്കിയപ്പോഴുള്ള അനുഭവം വെച്ചിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൽ പാല് കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് അത്രയ്ക്ക് അങ്ങോട്ട് സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ക്രീം കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ ക്രീം വെച്ചിട്ട് ഐസിങ് ചെയ്തതും പിന്നെ നോസിൽ വെച്ചിട്ട് ഡിസൈൻസ് ഒക്കെ ചെയ്തതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പൈപ്പിംഗ് ബാഗ് നോസിലായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മറ്റ് സാധനങ്ങളൊന്നും വേണമെന്നില്ല. ഇപ്പോൾ പെട്ടെന്നൊരു കേക്ക് വല്ലപ്പോഴായിട്ട് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ എല്ലാ സാധനങ്ങളൊന്നും വാങ്ങിക്കാനൊന്നുമില്ല കേട്ടോ. ഒരു വിസ്ക് മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി. അപ്പോൾ ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ ക്രീമും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഞാനത് വഴിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ അതൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനലൊന്ന് പോയി നോക്കുക. എന്നിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു 3 ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ അല്ലേ സെലക്ട് ചെയ്തിട്ടുള്ളതെന്നും കൂടി നോക്കണം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായിട്ട് കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.